ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 9ാമത്തെ വീഡിയോ ആണ് ലാറ്റിറ്റ്യൂഡുകളും ലോങ്ങിറ്റ്യൂഡുകളും. വളരെ വലിയൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയിലോട്ട് കംപ്ലീറ്റ് ആയില്ല. നമുക്കിതിനെ ചില പാർട്ടുകളായിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡുകൾ എന്നാൽ, അല്ലെങ്കിൽ നമുക്ക് അക്ഷാംശ രേഖകൾ എന്ന് നമുക്കിതിനെ മലയാളത്തിൽ പറയാം. നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ രണ്ട് തുല്യ അർദ്ധഗോളങ്ങളായി വേർതിരിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഒത്ത നടുക്കുകൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. അങ്ങനെയുള്ള നമ്മുടെ ഭൂമധ്യരേഖയും അതിന് പാരലായി, അതായത് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് ഇത് പാരലായി അല്ലെങ്കിൽ സമാന്തരമായി വരുന്ന സർക്കിളുകളെ അല്ലെങ്കിൽ ലൈനുകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പാരലുകൾ എന്ന് വിളിക്കുന്നത്. ഇനി മലയാളത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവയെ അക്ഷാംശ രേഖകൾ എന്നും വിളിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ലൈനുകളാണുള്ളത്. ഒന്നാമതായി ലാറ്റിറ്റ്യൂഡും രണ്ടാമതായി ലോങ്ങിറ്റ്യൂഡ്സുകളും. അപ്പോൾ എന്തിനാണ് ഈ ലൈനുകൾ, ഈ രണ്ട് തരത്തിലുള്ള രേഖകൾ നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേയധികം കാലാവസ്ഥാ പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, നമുക്ക് സ്ഥാനം തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡുകളും ലോങ്ങിറ്റ്യൂഡുകളും രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാ ലാറ്റിറ്റ്യൂഡുകളുടെയും പേര് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോഗ്രഫി പരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ചില ലാറ്റിറ്റ്യൂഡുകളെ നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തതാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതേ ഭൂമധ്യരേഖയുടെ മുകളെന്ന് പറയുമ്പോൾ നോർത്തിലേക്കും, ഇനി താഴേക്കെന്ന് പറയുമ്പോൾ സൗത്തിലേക്കും നമ്മൾ ചില പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയുടെ നോർത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എത്തിച്ചേരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി ഇതേ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കടന്ന് നമ്മൾ മുകളിലേക്ക്, അതായത് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ലാറ്റിറ്റ്യൂഡിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതാണ് 66.5 ഡിഗ്രി നോർത്ത്. അതുമല്ലെങ്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആർട്ടിക് സർക്കിൾ. ഇനി നമ്മുടെ ആർട്ടിക് സർക്കിളും കഴിഞ്ഞ് നമ്മൾ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് 90 ഡിഗ്രി നോർത്ത്. ഈ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർത്ത് പോൾ എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് മാത്രം നമ്മുടെ 90 ഡിഗ്രി നോർത്ത് ആയിക്കോട്ടെ, 90 ഡിഗ്രി സൗത്ത് ആയിക്കോട്ടെ, ഇതിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി ലാറ്റിറ്റ്യൂഡുകളെല്ലാം നമുക്കൊരു വൃത്താകൃതിയിലോ അല്ലെങ്കിൽ നമുക്കൊരു സമാന്തരമായിട്ട് പോകുന്ന ലൈനുകളോ ആയിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ 90 ഡിഗ്രി നോർത്തും സൗത്തും മാത്രം വെറും ഒരു പോയിന്റ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോയിന്റിനുള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ രേഖാംശ രേഖകൾ പഠിക്കുന്ന സമയത്ത്, അത് നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാ ലോങ്ങിറ്റ്യൂഡ്സുകളും വന്ന് അവസാനിക്കുന്നത് ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതിനെ ഒരു ലാറ്റിറ്റ്യൂഡായിട്ട് കണക്കാക്കാറുമില്ല. അത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഭൂമധ്യരേഖയുടെ സൗത്തിലേക്ക്, അതായത് നമ്മുടെ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡാണ് 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന പേരിലും. ഇനി നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും കഴിഞ്ഞ് നമ്മൾ സൗത്തിലേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് അടുത്തതായി എത്തിച്ചേരാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലാറ്റിറ്റ്യൂഡാണ് 66 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്റാർട്ടിക് സർക്കിൾ. ഇനി ഇതേ അന്റാർട്ടിക് സർക്കിളും കഴിഞ്ഞ് പിന്നെയും നമ്മൾ സൗത്തിലേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് അവസാനമായി എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് 90 ഡിഗ്രി സൗത്ത്. ഈ 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് സൗത്ത് പോൾ എന്ന പേരിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ പല എക്സാംസിനും കുട്ടികൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സാംസൊക്കെ വരുന്ന സമയത്ത് പല പിള്ളേർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്, നമുക്ക് യഥാർത്ഥത്തിൽ എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട് എന്നൊരു ചോദ്യം വരുന്ന സമയത്തേക്ക് നമുക്കവിടെ 181 ചിലപ്പോൾ ആൻസർ കാണാം, അതുപോലെ തന്നെ 179 ആൻസർ കാണാം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് 179 ലാറ്റിറ്റ്യൂഡുകളാണുള്ളത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൗത്ത് പോളും നോർത്ത് പോളും അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് വെറും ഒരു പോയിന്റ് മാത്രമാണ്. അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ പാരലൽ, നമ്മുടെ ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആയിക്കോട്ടെ, കാപ്രിക്കൺ ആയിക്കോട്ടെ, അത് നമുക്ക് കറക്റ്റ് വൃത്താകൃതിയിൽ നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി പോകുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും ഇതുപോലെ ഒരു ലൈനാണോ? അല്ല, അത് വെറും 2 ഡോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലാറ്റിറ്റ്യൂഡുകളായിട്ട് പരിഗണിക്കാറില്ല. എന്നാൽ നിങ്ങൾക്കൊരു ചോദ്യം വരുവാണ്, നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകളുണ്ട് എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ അതിന് ഉത്തരം എത്ര വരും? നമുക്ക് 181 വരും. കാരണം നമ്മുടെ ഈ നോർത്ത് പോളും വരും സൗത്ത് പോളും വരും. ഇനി ഇതില്ല എങ്കിൽ നമുക്ക് നോർത്തിലേക്ക് 89ഉം സൗത്തിലേക്ക് 89ഉം രണ്ടും കൂടി കൂടുന്ന സമയത്തേക്ക് 178, അതിൻ്റെ കൂടെ നമ്മുടെ ഇക്വേറ്ററും കൂടി വരുന്ന സമയത്തേക്ക് നമുക്ക് 179 ലാറ്റിറ്റ്യൂഡ് എന്ന പേരിലായിരിക്കും നമുക്ക് ഉത്തരം വരിക. അപ്പോൾ ഇൻക്ലൂഡിങ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 181 നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയെ ഏകദേശം 2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് നമുക്കൊരു ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേതാണ് ആ ലാറ്റിറ്റ്യൂഡ്? 23 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ് ഇന്ത്യയെ ഏകദേശം 2 തുല്യ ഭാഗമായിട്ട് വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോകാം. നമ്മൾ ഈ പറഞ്ഞ ഈ ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ പാരലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അടുത്തടുത്തുള്ള ഏത് 2 ലാറ്റിറ്റ്യൂഡുകൾ എടുത്താലും അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും തുല്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 111 കിലോമീറ്ററാണ്. കൂടാതെ ഈ ലാറ്റിറ്റ്യൂഡുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവയെല്ലാം പാരലുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഇവയെല്ലാം പാരലുകളുമാണ്, അതുപോലെ തന്നെ വൃത്താകൃതി സർക്കിൾസുമാണ്. നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും നമ്മൾ പോൾസിലേക്ക് പോകണം. നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും നമ്മൾ സൗത്ത് പോളിലേക്കോ നോർത്ത് പോളിലേക്കോ പോകും തോറും നമ്മുടെ ഈ ലാറ്റിറ്റ്യൂഡുകളുടെ വലിപ്പം ചെറുതായി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കാര്യവും മനസ്സിലാവും. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകളിൽ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ടുള്ള ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നതും നമ്മുടെ ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ലോങ്കിറ്റ്യൂഡ്സുകളെ കുറിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ലാറ്റിറ്റ്യൂഡുകളും ലോങ്കിറ്റ്യൂഡുകളും എടുത്തിട്ട് ഇവയിൽ നിന്നും വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട അനേകം മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്, അതും നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ് ലാറ്റിറ്റ്യൂഡുകളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ലാറ്റിറ്റ്യൂഡുകളെ കുറിച്ച് ബാക്കി അനേകം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റമോ കുറവോ പോരായ്മ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളത് 100% ഡെഫിനറ്റ്ലി അത് എൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.